friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ഇത് നോക്കിയാൽ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷേ ഇതിൽ പലതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് പലർക്കും അറിയില്ല. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് വൺ, എല്ലായിടത്തും. എല്ലായിടത്തും, എവിടെ നോക്കിയാലും അല്ലെങ്കിൽ എല്ലായിടത്തും എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? നമ്മൾ അതിന് എവ്രിവെയർ എന്നാണ് പറയുക. എവ്രിവെയർ, എവ്രിവെയർ. ഓക്കെ, എല്ലായിടത്തും, എവ്രിവെയർ. ഓക്കെ, ഇനി എങ്ങുമില്ല, അതായത് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. എങ്ങുമില്ല എന്ന് പറയുന്നത് എന്താ? നമുക്ക് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല, എവിടെയില്ല, എങ്ങുമില്ല, ഞങ്ങളുടെ അവിടെയൊക്കെ എവിടെയും ഇല്ല എന്ന് പറയും. അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? എവിടെയുമില്ല അല്ലെങ്കിൽ എങ്ങുമില്ല. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ നോ വെയർ എന്ന് പറയാം. ഹീ ഈസ് നോ വെയർ ടു സീ. അവനെ എവിടെയും കാണാനില്ല. ഓക്കെ, നോ വെയർ, എവിടെയുമില്ല അല്ലെങ്കിൽ എങ്ങുമില്ല എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വാക്കാണ്. ഇനി അടുത്തത് എന്തും. എന്തും, എന്ത് ചെയ്തിട്ടായാലും എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തും എന്നുള്ള വാക്കിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? അതിന് നമ്മൾ വാട്ട് എവർ എന്ന് പറയും. എന്തും എന്നുള്ളതിനേക്കാളും ഉപരി ഇത് യൂസ് ചെയ്യുന്ന എന്തും ആയിക്കൊള്ളട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. എന്തും ആയിക്കൊള്ളട്ടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യും. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മൾ പറയത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എവർ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്നേക്കും. എന്നേക്കും, അതായത് കാലാകാലം, എന്നേക്കും. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫോർ എവർ എന്നാണ്. ഫോർ എവർ, എന്നേക്കും, എത്ര കാലം ലോകം ഉണ്ടാവോ അത്രയും നാളത്തേക്ക്, എന്നേക്കും. ഓക്കെ, ഇനി അടുത്തത് എന്നിട്ട് അല്ലെങ്കിൽ അതിനുശേഷം. എന്നിട്ട്, ഇത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഇനി നമുക്ക് ഇംഗ്ലീഷിൽ ആഫ്റ്റർവേർഡ്സ് എന്ന് പറയാം. ആഫ്റ്റർവേർഡ്സ്, എന്നിട്ട്, അതിനുശേഷം എന്നുള്ള അർത്ഥത്തിൽ ആഫ്റ്റർവേർഡ്സ് എന്നാണ് പറയാം. ആഫ്റ്റർവേർഡ്സ്, ആഫ്റ്റർവേർഡ്സ്. ഇനി അടുത്തത് എന്നും. എന്നും, എപ്പോഴും. എന്നും അല്ലെങ്കിൽ എപ്പോഴും, എപ്പോഴും എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഓൾവേസ് എന്ന് പറയാം. ഓൾവേസ് എന്ന് വെച്ചാൽ എപ്പോഴും, എന്നും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി അടുത്തത് ഏത് വിധത്തിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ. ഏത് വിധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എന്നുള്ളതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? എനിവേ. ഏതെങ്കിലും വിധത്തിൽ, നീ അത് ഏതെങ്കിലും വിധത്തിൽ ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു ഡു ഇറ്റ് എനിവേസ്. അതല്ലെങ്കിൽ ഏത് വിധത്തിലായാലും അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം എനിവേ എന്നാണ്. ഇനി കഴിയും, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് എങ്ങനെയാ? എനിക്ക് നീന്താൻ കഴിയും എന്നെങ്ങനെ പറയും? നമ്മളിവിടെ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഇനി കഴിയില്ല എന്നെങ്ങനെ പറയും? അതിന് നമ്മൾ കെൻ നോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ കാൺട്ട് എന്ന് പറയും. ഓക്കെ, ഐ കെൻ നോട്ട് സ്വിം അല്ലെങ്കിൽ ഐ കാൺട്ട് സ്വിം. ഇനി അടുത്ത് കൂടാതെ. നമ്മൾ പറയില്ലേ ഇത് കൂടാതെ അല്ലെങ്കിൽ അത് കൂടാതെ, അതിന് നമ്മൾ പറയുന്ന വാക്കാണ് ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് വെച്ചാൽ ഇത് കൂടാതെ എനിക്ക് ഇവനെ കൂടാതെ എനിക്കൊരു വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. ബിസൈഡ്സ് ഹിം ഐ ഹാവ് എൻ അതർ ഫ്രണ്ട്. അപ്പോൾ ബിസൈഡ്സ് എന്ന് വെച്ചാൽ കൂടാതെ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അടുത്തത് അപൂർവമായി. അപൂർവമായി, അപൂർവമായി എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? അപൂർവമായി സംഭവിക്കാറുള്ള കാര്യം. ഓക്കെ, ഉദാഹരണത്തിന് അവൻ അപൂർവമായേ വരാറുള്ളൂ. ഹി സെൽഡം കംസ്. ഓക്കെ, സോ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? സെൽഡം. സെൽഡം, അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ സെൽഡം എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ അവസാനത്തെ വാക്കാണ് പിന്നീട്. ഞാൻ ഇത് പിന്നീട് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇതെങ്ങനെയാണ് പിന്നീട് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാൻ പറ്റും? നമുക്കിതിനെ ആഫ്റ്റർ എന്ന് പറയാൻ പറ്റും. ആഫ്റ്റർ, പിന്നീട്, ആഫ്റ്റർ. ഓക്കെ, സോ പിന്നീട് എന്ന് വെച്ചാൽ ആഫ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കോമൺ ആയിട്ട് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ പഠിച്ചാൽ പോരാ. ഇത് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കി അല്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വാക്കുകൾ ലോങ് ടേം ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അത് എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സാണ്
ഇംഗ്ലീഷ് മിത്ര പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് എന്തൊക്കെ അറിയണമോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mithra. Thank you and have a wonderful, exciting day. English Mithra. Stop worrying, start learning.